നിന്റെ മമ്മിയെ പോലെ മോളെ സ്നേഹിക്കുന്ന ഒരാളെ ഞങ്ങൾ ആരും വേറെ കണ്ടിട്ടില്ലായിരുന്നു. ഒപ്പം പഠിക്കുന്ന ഞങ്ങളൊക്കെ എത്രയോ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലൊരു അമ്മയെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന്. എന്നിട്ടും ആ അമ്മയ്ക്ക് നീ ഇപ്പൊ കൊടുക്കുന്ന സങ്കടമില്ലേ? നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്ന ആ അമ്മയ്ക്ക്. അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആന്റി എല്ലാം ചെയ്യുന്നത് കൃഷ്ണയ്ക്ക് വേണ്ടിയാന്ന് നീ സംശയിക്കുന്നുണ്ട്. അത് തെറ്റാ ഗാഥ. നിന്നെ ഓർത്തൊരുങ്ങുന്ന അമ്മയുടെ മനസ്സ് നീ കാണാതെ പോരുത്. നോക്ക്, ഇന്ന് തിരുവോണ ദിവസാ. നീ അല്ലാതെ വേറെ ആരാ നിന്റെ മമ്മിയുടെ അടുത്തുണ്ടാവേണ്ടത്? ഇനി നീ ചിന്തിക്കേണ്ടത് കൊല്ലുന്നതിനെ കുറിച്ചല്ല, നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നിന്റെ മമ്മിയെ കുറിച്ചാ. വാ, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോ. ആദ്യം മമ്മിയോടൊപ്പം ചെന്നിരുന്ന് ഇന്നത്തെ ഓണസദ്യ കഴിക്കേ. ബാക്കിയൊക്കെ നമുക്കത് കഴിഞ്ഞ് ആലോചിക്കാം. ഞാൻ പറയുന്ന കേക്ക്. ശരി, നമുക്ക് വീട്ടിലേക്ക് പോ. വാ. ഗാഥപടമല്ലത്? ഗാഥപടം ആ ഇതെന്താ കഥപടം വഴി നിൽക്കുന്നേ? ഇതാരാ? ഇതെന്റെ കൂട്ടുകാരിയാ. മാഡത്തിന്റെ പേരെന്താ? രാധിക. ഇനിയിപ്പോ താക്കോലിങ്ങി തന്നേക്കും മാഡം, ഞാൻ ഓടിച്ചോളാം. നിങ്ങൾ പുറകെ സംസാരിച്ചോ? അതൊന്നും വേണ്ട മണിക്കുഞ്ഞെ, ഇവക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോണം. ഞാൻ ഇന്ന് ഇവിടെ വിട്ടിട്ട്. ഏയ്, അതൊന്നും ശരിയാവില്ല. ഗാഥമാടത്തിന്റെ അടുത്ത് ഒരു കൂട്ടുകാരി വന്നിട്ട് വഴി വെച്ച് ഇങ്ങനെ തിരിച്ചു പോവാന്ന് പറഞ്ഞാലേ അത് നവീൻ സാറിന് നാണക്കേടാ. കളരിക്കൽ കുടുംബത്തിന് നാണക്കേടാ. അയ്യോ മാണിക്കുഞ്ഞ്, എനിക്ക് എന്തായാലും പോയേ പറ്റൂ. അതെ, കളരിക്കൽ പോയി എല്ലാരെയും ഒന്ന് കണ്ടതിന് ശേഷം പോണോ വേണ്ടയോ എന്ന് എന്ത് വേണമെന്ന് തീരുമാനിച്ചോന്നേ. ആ താക്കോലിക്ക് തന്നെ മാഡം, ഇനി വന്നേ. വേഗം വാന്നേ. എന്താ രണ്ടുപേരും അവിടെ നോക്കിയിരിക്കുന്നേ? വന്ന് കേറുന്നേ. മണിക്കുഞ്ഞെ, ഞങ്ങള് മാണിക്കുഞ്ഞിനെ ഇവിടെ ഇറക്കി തരാം. എന്നിട്ട് ഞാനിവിടെ. എന്റെ മാഡം, നവീൻ സാറിനെയും കുടുംബത്തിനെയും കണ്ടിട്ട് കൂട്ടുകാരിയെ വിട്ടാ മതിയെന്നേ. വേറൊന്നും ആലോചിക്കണ്ട, വേഗം വാ, ഓണസദ്യ കഴിക്കാനുള്ളതാ. വന്നേ മാഡം.